ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് പല്ലുവേദനയ്ക്കുള്ള ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ഞാൻ നമുക്കിപ്പോൾ ഒരു ഡെന്റിസ്റ്റ് അല്ല ഞാൻ, അതുകൊണ്ട് തന്നെ എനിക്ക് ആ പല്ലുവേദനയുടെ ആധികാരികമായിട്ടല്ല സംസാരിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് പല്ലുവേദന വന്നാൽ ഒരു 7-8 മണിക്കൂർ വേദന ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഹോം റെമഡീസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 7-8 മണിക്കൂർ കഴിഞ്ഞ് ചിലപ്പോൾ രാത്രി ആയിരിക്കാം പല്ലുവേദന വരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു രാത്രി നേരം വെളുപ്പിക്കണം, എന്നിട്ട് ഡെന്റിസ്റ്റിനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അത്ര നേരം വേദന കുറയ്ക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെന്റിസ്റ്റ് പറഞ്ഞു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രൊസീജിയറോ അല്ലെങ്കിൽ പല്ലെടുക്കാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ അത്രയും ദിവസത്തേക്ക് വേദന കടിച്ചമർത്തണം. അല്ലെങ്കിൽ പിറ്റേ ദിവസം സൺഡേ ആണ്, ഡെന്റിസ്റ്റ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ ആ ഒരു ടൈമിൽ ആ ഒരു ഡേ പാസ് ചെയ്ത് പോകണം. ചിലപ്പോൾ ലീവ് ഉണ്ടായില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും. അപ്പൊ ആ ഒരു കുറച്ച് മണിക്കൂറത്തേക്ക് ഒരു 7 to 8 hours അല്ലെങ്കിൽ മാക്സിമം 12 hours മാത്രം നമുക്ക് വേദന കുറച്ച് തരുന്ന നാച്ചുറൽ ഹോം റെമഡീസ്, നാച്ചുറൽ പെയിൻ കില്ലേഴ്സ്. ഇപ്പൊ എല്ലാവരും പെയിൻ കില്ലർ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റാത്തവരൊക്കെ ആയിരിക്കും. അപ്പൊ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഹോം റെമഡീസ്. ആദ്യമേ തന്നെ നമുക്ക് പാൽക്കായമാണ് വേണ്ടത്. അപ്പോൾ പാൽക്കായ എല്ലാവരും വീട്ടിൽ മേടിച്ചു വെക്കാം. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ കാണും ഗ്യാസ് പ്രോബ്ലം, അല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക് തന്നെ ഗ്യാസിന്റെ പ്രോബ്ലം ഒക്കെ വന്നാൽ പാൽക്കായ ഉപയോഗിക്കാം. അപ്പോൾ അത് തീർച്ചയായിട്ടും വീട്ടിലൊരു ഫസ്റ്റ് എയ്ഡ് മെഡിസിൻ പോലെ വാങ്ങിച്ചു വെക്കാം. പാൽക്കായത്തിന്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഒരു ചെറിയ കോട്ടൺ തുണിയിൽ അത് ഒന്ന് റാപ്പ് ചെയ്യുക, അതൊന്നും പൊതിയുക. ചെറിയ കോട്ടൺ തുണി, നമുക്ക് പല്ലേ കടിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു ടവലിന്റെ കഷ്ണത്തിൽ എങ്ങനെ അത് പൊതിഞ്ഞിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ മുക്കുക. അപ്പോൾ തന്നെ അത് എടുത്തിട്ട് പല്ല് വേദനയുള്ള പല്ല് കൂട്ടി അത് കടിച്ചു പിടിക്കുക. ഇപ്പൊ മോണ വേദനയാണെങ്കിലും ഏത് മോണയ്ക്കാണ് അതിന്റെ ആ പല്ല് വെച്ചിട്ട് ഇത് കടിച്ചു പിടിക്കുക. അത് മാക്സിമം എത്ര നേരം നിങ്ങൾക്ക് പറ്റുമോ, 10 to 15 minutes കടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ തന്നെ വേദന പെട്ടെന്ന് ആ ഒരു മരപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ വേദന നന്നായിട്ട് കുറയും. ഒരു 8 മണിക്കൂറത്തേക്കൊന്നും ഒരിക്കലും വേദന വരില്ല. അപ്പൊ നമുക്ക് അത് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഗ്രാമ്പു ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഗ്രാമ്പുവിന്റെ കഷ്ണം എടുക്കുക, അത് നന്നായിട്ട് ചതയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് നന്നായിട്ട് നമ്മൾ കടിച്ചു പിടിക്കുക. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇത് കടിച്ചു പിടിക്കാൻ പറയാത്തതിന്റെ കാരണം നമുക്കിപ്പോൾ ചെറുതായിട്ട് പല്ലിൽ പൊത്തുകളോ പോടുകളോ ക്യാവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് കയറിപ്പോയാൽ കൂടുതൽ വേദനയാകും. അപ്പോൾ തുണിയാകുമ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഷ്ണം അതിൻ്റെ അകത്തേക്ക് കയറി പോവുകയില്ല. അപ്പൊ ഗ്രാമ്പും ഒരു ലോക്കൽ ഒരു പെയിൻ കില്ലർ ആയിട്ട് ആക്ട് ചെയ്യും. അത് നന്നായിട്ട് കടിച്ചു വെച്ചാൽ പെട്ടെന്ന് വേദന കുറയുന്ന കാണാം. അടുത്തത് പഴയ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് വെളുത്തുള്ളിയാണ്. ചെറുതായിട്ട് വെളുത്തുള്ളി വാട്ടിയെടുക്കുക, എന്നിട്ട് അതൊരു തുണിയിൽ കടിച്ചങ്ങോട്ട് പിടിക്കും. അതും നന്നായിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് ആക്ട് ചെയ്യുന്ന തോന്നിയിട്ടുള്ള പാൽക്കായാണ്. രണ്ടാമത് ഈ ഗ്രാമ്പും, മൂന്നാമതാണ് വെളുത്തുള്ളി. അപ്പം പാൽക്കായവും ഗ്രാമ്പും വീട്ടിൽ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് വെളുത്തുള്ളി എന്തായാലും എല്ലാ വീട്ടിലും അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് വെളുത്തുള്ളി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ആയുർവേദമായിട്ട് കൂടുതൽ അടുപ്പം അല്ലെങ്കിൽ ആയുർവേദം കൂടുതലായിട്ട് അറിയുന്ന ആൾക്കാർക്കൊക്കെ അരിമേതാതി എണ്ണ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുമായിരുന്നു പണ്ടത്തെ ആൾക്കാർ. പല്ലുവേദന വരുമ്പോൾ പഞ്ഞിയിൽ മുക്കിയിട്ട് കടിച്ച് പിടിക്കും, അല്ലെങ്കിൽ മോണയിൽ മുഴുവൻ ആ പല്ലിലൊക്കെ പരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും വേദനകളൊക്കെ കുറച്ച് നേരത്തേക്ക് ശമിക്കുന്നതാണ്.